ധർമ്മസ്ഥലയിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പരിശോധനയിൽ നിരവധി മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയെന്നാണ് വിവരം. വനത്തിനകത്ത് മാർക്ക് ചെയ്യാത്തയിടത്ത് നിന്നാണ് തലയോട്ടികൾ ഉൾപ്പെടെ നിരവധി മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വളരെയധികം ദുരൂഹത നിറഞ്ഞ ആ പ്രദേശത്ത് മാർക്ക് ചെയ്യാത്തയിടത്താണ് ഇപ്പോൾ മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. തലയോട്ടിയടക്കം അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന വളരെ നിർണായകമായ ഗൗരവമുള്ള ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. പരിശോധനയിൽ നിരവധി മനുഷ്യ അസ്ഥികൂടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നു. നേരത്തെ ഈ സാക്ഷി പറഞ്ഞ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഇടത്തല്ലാതെ നടത്തിയ തെരച്ചിലാണ്, മണ്ണ് മാറ്റിയുള്ള പരിശോധനയിലാണ് ഇപ്പോൾ തലയോട്ടികൾ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു കേസാണ്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 ആ വാർത്ത ആദ്യം പുറത്തേക്ക് എത്തിക്കുന്നത്. KV ബൈജു ആണ് അതിന്റെ വിവരങ്ങൾ പ്രേക്ഷകരുമായി ആദ്യം പങ്കുവച്ചത്. അതിൽ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു, പരിശോധന നടത്തുന്നു. അവിടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തുകയാണ്. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഇപ്പോൾ നിരവധി മനുഷ്യ അസ്ഥികൂടങ്ങൾ തലയോട്ടികൾ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അശ്വതി, വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും വരുന്നത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന, അതല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ദുരൂഹതയോടുകൂടി നടക്കുന്ന ആ സ്ഥലത്ത് നിന്നും നിരവധി അസ്ഥികൂടങ്ങൾ, തലയോട്ടി ഉൾപ്പെടെ നിരവധി അസ്ഥികൂടങ്ങൾ ലഭിച്ചു എന്ന വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇതിന് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമില്ല. നമുക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചതാണ്. SIT ഉദ്യോഗസ്ഥരുടെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമാണ്. 100 അടിയോളം താഴ്ചയിലുള്ള കുഴിയിൽ നിന്നും ഇത്തരത്തിൽ നിരവധി അസ്ഥികൂടങ്ങൾ, തലയോട്ടി ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സ്ഥലത്ത് ഇപ്പോൾ SIT ഉദ്യോഗസ്ഥർ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പരിശോധന നടക്കുന്നതിനിടെ ചില തൊഴിലാളികൾക്ക് പരിക്കുപറ്റി എന്നും വിവരം പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് 11, 12, 13 3 സ്പോട്ടുകളിലാണ് പരിശോധന നടക്കേണ്ടതെങ്കിൽ ആ പരിശോധനകളെല്ലാം ഒഴിവാക്കി വനത്തിനകത്തേക്ക് ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് SIT സംഘം നീങ്ങുന്ന കാഴ്ചയാണ് രാവിലെ കണ്ടത്. ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതായത് സർപ്രൈസ് സ്പോട്ട് എന്നാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു സ്ഥിരീകരണം വരുവാണെങ്കിൽ ധർമ്മസ്ഥലയിൽ ഉരുണ്ടുകൂടി കിടക്കുന്ന, മണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്ന പല രഹസ്യങ്ങളുടെയും ചുരുളഴിയുന്നു എന്ന് വേണം പറയാൻ. ഒന്നിലധികം ആളുകളുടെ ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നാണ് പറഞ്ഞത്. നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട്. അതിൽ തലയോട്ടി ഉൾപ്പെടെ കിട്ടിയെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. SIT നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിന്റ് 6 നിന്നും ലഭിച്ച അസ്ഥികൂടത്തിന്റെ ആ സ്ഥിരീകരണം പോലും SIT നൽകിയിട്ടില്ല. അത്രത്തോളം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് രഹസ്യ സ്വഭാവത്തിലുള്ള അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഇതാണ്. ഇപ്പോഴും വനത്തിനകത്ത് ആ സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നു. വലിയ തോതിൽ കുഴിയെടുത്ത് പരിശോധന നടത്തുന്നു. ശുചീകരണ തൊഴിലാളിയും ഒപ്പമുണ്ട്. നേരത്തെ 6 ഒഴിച്ചാൽ 1 മുതൽ 10 വരെയുള്ള സ്പോട്ടുകളിലൊന്നും കാര്യമായ ഇത്തരത്തിലുള്ള അസ്ഥികൂടങ്ങളോ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളോ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അത് ശുചീകരണ തൊഴിലാളിയുടെ ഈ മൊഴി ഫലപ്പെടുത്തുന്നതാണ്. ഇനി ശുചീകരണ തൊഴിലാളി തന്നെ യാദൃശ്ചികമായി ചൂണ്ടിക്കാട്ടിയ സ്ഥലമാണോ ഇതെന്ന് അറിയില്ല. ഏതായാലും വനത്തിനകത്താണ് ഈ സ്ഥലമുള്ളത്. ഇവിടെ 100 അടിയോളം താഴ്ചയിൽ ഇത്തരത്തിൽ നിരവധി മൃതദേഹങ്ങൾ കൂട്ടമായി കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയെന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. ഇതിന് ഇപ്പോഴും പ്രേക്ഷകർ ഓർക്കുക, ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. നമുക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം മാത്രമാണിത്. ഏതെങ്കിലും തരത്തിൽ SIT ഔദ്യോഗികമായി ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നില്ല. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് 18 ആണ് ഈ ഒരു വിവരം ആദ്യം പുറത്തിപ്പോൾ വിടുന്നത്. എന്തായാലും ഇതിന് സ്ഥിരീകരണം വരണം. അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇതുവരെ രാവിലെ 11:30 ഇത്തരത്തിൽ വലിയ സംഘം ഉദ്യോഗസ്ഥർ വനത്തിനകത്ത് പോയെങ്കിലും ഇതുവരെ ആരും തിരിച്ച് പുറത്തേക്ക് വന്നിട്ടില്ല. പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തെരച്ചിൽ. എന്തായാലും 11, 12, 13 ആ സ്പോട്ടിൽ പരിശോധന ഇന്ന് നടന്നിട്ടില്ല. അതിന് പകരം ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർപ്രൈസ് സ്പോട്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇവർക്ക് ഇപ്പോൾ വിവരങ്ങൾ പൂർണ്ണമായും നൽകുന്നതിൽ പരിമിതികളുണ്ട്. അത് അന്വേഷണത്തെ ബാധിക്കും. അതുപോലെ തന്നെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് അന്വേഷണത്തെ ബാധിക്കരുത് എന്ന നിർബന്ധം നമുക്കുമുണ്ട്. കാരണം ഈ ഒരു
ധർമ്മസ്ഥലയിലെ ഓരോ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 ആണ്. വളരെ ഉത്തരവാദിത്തബോധത്തോടുകൂടി ഇതിൽ ആധികാരികമായ വാർത്തകൾ മാത്രമാണ് ഇതുവരെ ന്യൂസ് 18 നൽകിയത്. ഏതായാലും ഇപ്പോൾ വരുന്ന ഈ ഞെട്ടിപ്പിക്കുന്ന വിവരത്തെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഇത്തരമൊരു സംഭവമുണ്ട്. ഈ വനത്തിനകത്താണിത്. ആരെയും ആ വനത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. തൊഴിലാളികളും ശുചീകരണ തൊഴിലാളിയും പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ സ്ഥലത്തുള്ളത്. നമുക്ക് പുറത്തു നിന്നൊന്നും കാണാൻ കഴിയാത്ത രീതിയിലാണ് മരങ്ങൾ ചുറ്റും ഉള്ള ഒരു സ്ഥലമാണ്. 11ാമത്തെ സ്പോട്ട് വഴിയാണ് ഈ വനത്തിനകത്തേക്ക് ഈ സംഘം കയറിപ്പോയത്. 11:30യോടുകൂടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടെത്തിയത്, ഇത് കൃത്യമായി ഏത് സ്ഥലത്താണ്, അത്തരം വിവരങ്ങളെല്ലാം പുറത്തു വരാനുണ്ട്. പക്ഷേ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തീർച്ചയായിട്ടും ബൈജു, വനത്തിനകത്ത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രദേശമാണ് അത്. എവിടെ കുഴിച്ചാലാണ് ഈ പറഞ്ഞ ഇത്രയധികം ആളുകളെ, 100ഓളം ആളുകളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ബൈജുവിനോടാണ് ഒരുപക്ഷെ ആദ്യം അയാൾ സംസാരിക്കുന്നത്. അതിനുശേഷം പലതവണ അന്വേഷണ സംഘം വരുമെന്ന് പറഞ്ഞെങ്കിലും അത് നീണ്ടു പോയി. പിന്നീട് ഈ കുഴിച്ചു പരിശോധന ആരംഭിച്ച 4ാം ദിവസം തന്നെ ഒരു അസ്ഥികൂടത്തിന്റെ ഭാഗം ലഭിക്കുന്നു, തലയോട്ട് ലഭിക്കുന്നു. അവിടെ തുടങ്ങുകയാണ് ഇത് പറഞ്ഞതൊന്നും വെറുതെ അല്ല എന്നുള്ള, അതൊരു വെറും വാക്കായിരുന്നില്ല എന്നുള്ളതിന്റെ ഒരു സ്ഥിരീകരണം അവിടെ തുടങ്ങുകയാണ്. നമ്മളിതിന് ആദ്യം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അതിന് പിന്നാലെ നമ്മളുണ്ട്. ബൈജു കൃത്യമായി അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് ആ പരിശോധന അവിടെ നടക്കുന്നത്. അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന, അവിടെ എത്രയോ ആളുകളെ കാണാതായിട്ടുണ്ട്. അവരുടെയൊക്കെ ബന്ധുക്കളെ വളരെയധികം പേടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ബൈജു നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് വനത്തിനകത്താണ് എന്ന് പറയുന്നു. ബൈജുവിന് ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ വിവരങ്ങൾ ശരിയാണ് എങ്കിൽ ഈ പറഞ്ഞ, നമ്മൾ നേരത്തെ സംസാരിച്ച വലിയ നിഗൂഢതയുടെ ആ ചുരുൾ അഴിക്കുന്നു SIT എന്ന് തന്നെ പറയാം. തീർച്ചയായും അശ്വതി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒരുപാട് അട്ടിമറി ശ്രമം SIT-യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്ന് അന്വേഷണം മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിലും കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് SIT-യിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കാൻ ശ്രമം നടന്നത്. അതിന് SIT കൃത്യമായ നടപടിയെടുക്കുന്നു. ആ ഉദ്യോഗസ്ഥനെ സംഘത്തിൽ നിന്നും മാറ്റുന്നു. അതിനുശേഷം വീണ്ടും 11:30-ക്ക് തന്നെ കൃത്യമായ പരിശോധന നടക്കുന്നു. ഒരുപക്ഷെ ഈ തെളിവെടുപ്പുമായി സഹകരിക്കില്ല എന്ന് സാക്ഷിയുടെ അഭിഭാഷകർ പറഞ്ഞെങ്കിലും പക്ഷെ അതെല്ലാം വളരെ പെട്ടെന്ന് ഇവർ ഈ പ്രശ്നങ്ങൾ തീർക്കുന്നു. അപ്പോൾ തന്നെ തെരച്ചിൽ തുടർന്നു. ഏതായാലും ഈ 6ാമത്തെ പോയിന്റിൽ നിന്ന് ലഭിച്ച ഈ അസ്ഥികൂടവുമായി, മനുഷ്യ അസ്ഥികൂടവുമായി സംബന്ധിച്ച ചില വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് 33-നും 35-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ ഒരു അസ്ഥികൂടം, പൂർണ്ണ മനുഷ്യ അസ്ഥികൂടമാണിതെന്ന് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ഫോറൻസിക് പ്രാഥമിക പരിശോധനാ ഫലമാണിത്. ഇത് പുരുഷന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം